الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, ഉണർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകുറ്റങ്ങളും പാകതകളും പിഴവുകളുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു അതെല്ലാം നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന കാലം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അള്ളാഹുവിൻ്റെ തൃപ്തി നേടി ജീവിക്കുവാനും ഈമാനോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് യാത്ര പോകാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ വീടുകളിൽ ആശുപത്രികളിലൊക്കെ കഴിയുന്ന ആളുകൾ അള്ളാഹു അവർക്കും നമുക്കുമൊക്കെ ആജിലും മുസ്തമിറുമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ അള്ളാഹു അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ സഫലീകരിക്കുകയും പ്രയാസങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ചൊരു സഹോദരൻ തൻ്റെ മാതാവിന് വേണ്ടി ദുആന് വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹു ആ സ്ത്രീക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ, സിഹത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ, സന്തോഷവും ആശ്വാസവും പ്രദാനം ചെയ്യട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മളെല്ലാ ആളുകളും ഷഹാദത്ത് കലിമ മനസ്സിൽ അംഗീകരിക്കുകയും നാവുകൊണ്ട് അത് ഉച്ചരിക്കുകയും ചെയ്ത ആളുകളാണ്. ഷഹാദത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹും മറ്റൊന്ന് മുഹമ്മദ് റസൂലുള്ളാഹിയുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാധനക്കർഹൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നുമുള്ള സാക്ഷ്യം. ഈ രണ്ടും കൂടിച്ചേരുമ്പോഴാണ് ഒരാളുടെ ഈമാൻ ശരിപ്പെടുന്നതും അതിനനുസരിച്ച് എന്തെല്ലാം വാഗ്ദാനങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ടോ ദുനിയാവിലും ആഖിറത്തിലും അതെല്ലാം ലഭിക്കുന്നതും. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും പ്രവാചകനാണെന്നും ഒക്കെ വിശ്വസിക്കുന്നു. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റണമെന്നും നമുക്ക് ആർക്കും തർക്കമില്ലാത്ത രീതിയിൽ നമ്മൾ അംഗീകരിക്കുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ അനുസരിച്ചാൽ മാത്രമാണ് നമുക്ക് ഇരു ലോകത്തും വിജയമെന്ന് നാം ഉറപ്പിക്കുന്നു. പക്ഷേ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ ഒരു മനുഷ്യൻ, 1400 വർഷങ്ങൾക്ക് മുമ്പ് നാം ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു നിലക്കുമുള്ള ശാസ്ത്രീയ വളർച്ചയുമില്ലാത്ത, ഇന്ന് കാണുന്ന സാങ്കേതികമായ യന്ത്രവിദ്യകളോ മറ്റൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു പോയൊരു മനുഷ്യൻ, ആ മനുഷ്യൻ എങ്ങനെയാണ് 1400 വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് ഈ കാലഘട്ടത്തിലേക്ക് മനുഷ്യർക്ക് അറിയാൻ സാധിക്കുക? 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു മനുഷ്യൻ്റെ വാക്കുകൾ എന്താണ്? ആ കാലഘട്ടത്തിൽ ജീവിച്ച ആ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ്? ഓരോ മേഖലകളിൽ എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെ ചെയ്തില്ല, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ വലിയ ആശയക്കുഴപ്പത്തിലാകാൻ സാധ്യതയുണ്ട്. കാരണം നബിതങ്ങൾ എന്ത് ചെയ്തു എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് നബിതങ്ങൾ അവിടെ ഇത്തിബാ സാധ്യമാവൂ. നബിതങ്ങൾ എന്ത് പറഞ്ഞു, ഒരു ഘട്ടത്തിൽ എന്ത് പറഞ്ഞു എന്ന് നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ അതുപോലെ പറയണം, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു അമല് നമ്മൾ ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുകയുള്ളൂ. പക്ഷേ ഈ 14 നൂറ്റാണ്ട് എന്ന് പറയുന്ന ഈ ഗ്യാപ്പ്, ഈ ഒരു വിടവിനെ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നികത്തി തന്നത് എന്ന് പഠിക്കുന്നിടത്താണ് അള്ളാഹുവിൻ്റെ ഹിക്മത്ത് നമുക്ക് ബോധ്യമാകുന്നത്. നമുക്കറിയാമല്ലോ, ഖുർആൻ ഷരീഫിനെ അള്ളാഹു തആല ലോകത്ത് നിലനിർത്തിയത്
ഖുർആൻ ഷരീഫിൻ്റെ വാഹകരെ അല്ലാഹു തആല നിലനിർത്തൽ കൊണ്ടാണ്. ആദ്യം വാക്കുകളിൽ കൂടി നാവുകളിൽ കൂടി പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്ന പരിശുദ്ധമായ ഖുർആൻ പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലേക്ക് അത് ലിഖിത രൂപത്തിലേക്ക് വരികയും ഒരു മുസ്ഹഫായി രൂപാന്തരപ്പെടുകയും അത് ലോകരാജ്യങ്ങളിലേക്ക് മുഴുവൻ വ്യാപിക്കുകയും ചെയ്യുകയുണ്ടായി. മാത്രമല്ല കോടിക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് മുസ്ലിം വിദ്യാർത്ഥികൾ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ മനനം ചെയ്യുകയും അവർ ഹൃദയസ്ഥമാവുകയും ചെയ്യുന്നതിൽ കൂടി ഖുർആനിൻ്റെ ഹിഫാളത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഏറ്റെടുത്തു. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചത് നാമാണ്, ഇതിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ് എന്ന് അല്ലാഹു പറഞ്ഞതിൻ്റെ പൊരുളാണിത്. ഇന്ന് ലോകത്ത് കാണുന്ന മുഴുവൻ ഖുർആനിൻ്റെ കോപ്പികളും ലഭ്യമല്ലാതായി എന്ന് വെച്ചാൽ പോലും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അവർ അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ ഷരീഫിൻ്റെ ലഭ്യമായ മുഴുവൻ സോഫ്റ്റ് കോപ്പി ആകട്ടെ ഹാർഡ് കോപ്പി ആകട്ടെ എല്ലാം നശിപ്പിച്ചാൽ പോലും 1 മണിക്കൂർ കൊണ്ട് ഈ ഖുർആൻ ഷരീഫിനെ കംപ്ലീറ്റ് തിരിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ കലാമിനെ ഹൃദയസ്ഥമാക്കിയ ഹുഫാദുകൾ ലോകത്തുണ്ട്. ലോകമൊന്നും പറയണ്ട, കേരളത്തിലെ ഹുഫാദുകൾ മാത്രം വിചാരിച്ചാൽ 1 മണിക്കൂർ കൊണ്ട് ഈ നഷ്ടപ്പെട്ട മുഴുവൻ ഖുർആൻ ഷരീഫിൻ്റെ ആയത്തുകളും തിരിച്ചെടുക്കാൻ പറ്റും. ഇനി അവരെ നശിപ്പിച്ചാൽ എത്ര ആളുകൾ ഇവർ നശിപ്പിക്കും? ഇതാണ് അല്ലാഹു തആല ഖുർആൻ ഷരീഫിൻ്റെ ഭാഗത്ത് അതിൻ്റെ ഇജാസിൽ അല്ലാഹു സ്വീകരിച്ച ശൈലി. എന്നാൽ മറ്റൊരു ഭാഗം മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാൾ വരെ നബിതങ്ങളുടെ ഓരോ ചലനവും നിശ്ചലനവും വാക്കുകളും പ്രവൃത്തികളും മൗനാനുവാദങ്ങളും നിലനിൽക്കപ്പെടേണ്ടതുണ്ട്. അതെങ്ങനെ നിലനിൽക്കും? അതെങ്ങനെ സാധ്യമാകും? അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തതാണ്, അല്ലാഹു തആല ഹദീസിൻ്റെ ഖിദ്മത്തിന് വേണ്ടി വലിയൊരു സംഘത്തിന് അല്ലാഹു തിരഞ്ഞെടുത്തു. ഒരുപക്ഷെ നമ്മുടെ നാടുകളിൽ കൂടുതലായി ഖുർആൻ ചർച്ച ചെയ്യപ്പെടുന്നു, കൂടുതലായി ഖുർആൻ കേൾക്കപ്പെടുന്നു. ഒരുപക്ഷെ നമ്മുടെ അത്രയും ശ്രദ്ധ ഖുർആനിലേക്ക് ചെലുത്തപ്പെട്ടതുപോലെ നമ്മുടെ ശ്രദ്ധകൾ ഹദീസിലേക്ക് ചെലുത്തപ്പെട്ടിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആനും ഹദീസും നമുക്ക് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഹദീസുകളിൽ കൂടിയിട്ടാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമുക്ക് ലഭ്യമാകുന്നത്. വെള്ളിയാഴ്ച നമ്മളിന്ന് മിമ്പറിൽ കയറി ഖുതുബ നടത്തുമ്പോൾ ഈ ഖുതുബ നടത്തുന്നത് നമുക്ക് ഖുർആൻ നിന്ന് ലഭിച്ചിട്ടല്ല. ഖുർആൻ ഷരീഫിൽ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാ, വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ കച്ചവടങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ മറ്റെല്ലാ ഇടപാടുകളും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഓർമ്മയിലേക്ക് നിങ്ങൾ ധൃതിയാകണം എന്ന പരാമർശം മാത്രമേ ഉള്ളൂ ജുമുഅയുമായി ബന്ധപ്പെട്ടിട്ട്. അതിനപ്പുറത്തേക്ക് 2 ഖുതുബകൾ നിർവഹിക്കണമെന്നോ ആ 2 ഖുതുബകൾക്കിടയിൽ ഇരിക്കണമെന്നോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സംവിധാനങ്ങളൊന്നും ഖുർആൻ ഷരീഫ് നമുക്ക് കാണാൻ സാധ്യമല്ല. ഇത് നമുക്ക് ലഭിച്ചത് ഹദീസുകളിൽ നിന്നാണ്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിസ്കരിക്കുന്നു, ളുഹർ നിസ്കരിക്കണമെന്ന സൂചന ഖുർആൻ ഷരീഫിലുണ്ട്. പക്ഷെ അത് 4 റക്അത്താണെന്ന് ഖുർആൻ നമുക്ക് കാണാൻ സാധ്യമല്ല. മഗ്രിബ് നിസ്കരിക്കണമെന്നും സുബ്ഹ് നിസ്കരിക്കണമെന്നും ഒക്കെ ഖുർആനിൽ സൂചനകളുണ്ട്. ചില നിസ്കാരം നേർക്ക് നേരെ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇത്ര റക്അത്താണ്, ആദ്യം ചെയ്യേണ്ടത് നിയ്യത്ത് വെക്കലാണ്, അല്ലെങ്കിൽ ആദ്യം തക്ബീറത്തുൽ ഇഹ്റാമാണ്, അവസാനം സലാം വീട്ടലാണ്, അത് ആദ്യം വലത്തോട്ടേക്കാണ് ഇടത്തോട്ടേക്കാണ്, ഇതൊന്നും ഖുർആനിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്പോൾ ഖുർആനിൽ ഇല്ല എന്നതിൻ്റെ പേരിൽ ഒരാൾ അതിനെ നിഷേധിക്കുകയാണെങ്കിൽ അത് അറിവില്ലായ്മയും മൗഢ്യവുമാണ് അയാളുടെ. അഖീമുസ്സലാ എന്നും ആത്തു സക്ക എന്നും 80ൽ ചില്ലുവാനും വട്ടം അള്ളാഹു ഖുർആനിൽ ആവർത്തിക്കും. നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, നിസ്കാരം നിലനിർത്തണം. ഒരാളെങ്ങനെ തീരുമാനിച്ചു ഞാൻ സക്കാത്ത് കൊടുക്കാം, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരാളെങ്ങനെ ഖുർആനിനെ പരിധി നോക്കി എന്തിനാ ഇപ്പോൾ സക്കാത്ത് കൊടുക്കൽ, എന്തിനാ സക്കാത്ത് കൊടുക്കൽ? ഖുർആൻ ഷരീഫിൽ നേർക്ക് നേരെ സക്കാത്തിൻ്റെ എല്ലാ ഇനങ്ങളും പരാമർശിച്ചിട്ടില്ല. അപ്പോൾ അയാൾ എങ്ങനെ സക്കാത്ത് കൊടുക്കും? സക്കാത്തിൻ്റെ അവകാശികളെ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും എത്ര കൊടുക്കും? നമ്മളിന്ന് 2.5% ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഈ 2.5% എവിടെ നിന്ന് കിട്ടി? ഇത് ഖുർആൻ ഷരീഫിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല, ഇത് ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഷരീഫിൻ്റെ വിശദീകരണമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചത്. വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹി, നബിയെ നാം അങ്ങേക്ക് ഇറക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനെ വിശദീകരിക്കലാണ് അങ്ങയുടെ ഒന്നാമത്തെ ദൗത്യം. അവന് നമ്മളൊരു പക്ഷെ ചിന്തിക്കും, എന്നാൽ എല്ലാ കാര്യം കൂടി ഖുർആനിൽ പരാമർശിച്ചുകൂടെ എന്നൊരു ചിന്ത ഉണ്ടായേക്കാം. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും ഹജ്ജിൻ്റെയും ഖിസാസിൻ്റെയും പ്രതിക്രിയയുടെയും ഗവേണൻസിൻ്റെയും ഇനി എന്തെല്ലാം നിയമങ്ങൾ, ഇതെല്ലാം കൂടി ഖുർആൻ ഷരീഫിൽ പരാമർശിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഖുർആൻ വലിയൊരു ഗ്രന്ഥമായി മാറിയേനെ. 20-30 വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങളായി മാറിയേനെ ഖുർആൻ ഷരീഫ്. അത് പഠിക്കലും ഓതലും ഖത്മ് തീർക്കൽ പോലും പ്രാപ്യമല്ലാത്ത രീതിയിൽ അത് മാറിപ്പോയേനെ. പക്ഷെ അല്ലാഹു തആല എല്ലാത്തിൻ്റെയും ബേസ് ആയിക്കൊണ്ട് അടിസ്ഥാനം ഖുർആൻ ഷരീഫിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ റെഫറൻസാണ്.
ഖുർആൻ റെഫറൻസ് ആണ്. അതിൽ കൂടി പരാമർശിപ്പിക്കപ്പെട്ട കാര്യങ്ങളെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ കൊണ്ട് മനസ്സിലാക്കുമ്പോഴാണ് അതിന് പൂർണ്ണത ലഭിക്കുന്നത്. ആ അർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലോകം ഹദീസുകളുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു എന്നതിൻ്റെ എല്ലാ ക്രെഡിറ്റും നിലനിർത്തിയിരിക്കുന്നത് മുഹദ്ദിസീങ്ങളാണ്, ഹദീസ് പണ്ഡിതന്മാരാണ്. അതിലേറ്റവും പ്രധാനി എന്ന് നമുക്ക് ഒരു സംശയത്തിനിടയില്ലാത്ത വിധം പറയാൻ പറ്റുന്ന ഒരേ ഒരു നാമമുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട അബു അബ്ദില്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റഹിമഹുല്ലാ. എന്താണ് ഇമാം ബുഖാരി റഹിമഹുല്ലാ നമ്മൾ ഇവിടെ പരാമർശിക്കാൻ കാരണം? ശവ്വാൽ മാസത്തിലാണ് ബഹുമാനപ്പെട്ടവർ ജനിച്ചത്. ഇതേ ശവ്വാൽ മാസത്തിലാണ് ബഹുമാനപ്പെട്ടവർ വഫാത്തായതും. എന്തുകൊണ്ടും മുസ്ലിം ലോകം എല്ലാ അർത്ഥത്തിലും കടപ്പെട്ടിരിക്കുന്നുണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിനോട്. പലരും നമ്മൾ സംസാരത്തിലൊക്കെ പറയാറുണ്ടല്ലോ ബുഖാരിയിലുണ്ട് അല്ലെങ്കിൽ ബുഖാരിയിലുണ്ടോ എന്നിങ്ങനെ ആധികാരികതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമായി, ഒതന്റിസിറ്റിയുടെ വാക്കായി ബുഖാരി എന്ന പദം മാറിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഈ സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഇൽമി മേഖലയിൽ കാണിച്ച താല്പര്യവും ത്യാഗവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളുമുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ബഹുമാനപ്പെട്ടവർ ഹിജറ 194 ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ല, ഇമാം മാലിക് റഹിമഹുല്ല, ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു, ഈ 3 പേരുടെയും വഫാത്തിന് ശേഷമാണ് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ജനിക്കുന്നത്. മദാഹിബിന്റെ 3 പണ്ഡിതന്മാർ, അവർക്ക് ശേഷമാണ് ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ ജനനം. ബുഖാരി ഇമാമിന്റെ ജനനത്തിന്റെ 10 വർഷം മുമ്പാണ് ഇമാമിന് ഷാഫി റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്നത്. 194 ഹിജറ 13 ബുഖാറയിൽ വെച്ച് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്. ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനാണത്. ജനിക്കുന്നതിൻ്റെ അല്പനാളുകൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ജനിച്ച ഉടനെ തന്നെ ബഹുമാനപ്പെട്ടവരുടെ പിതാവായ ഇസ്മായിൽ റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന അദ്ദേഹം ഹദീസ് പണ്ഡിതനായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടുപോയി. യത്തീമായിട്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു വളർന്നത്. ഉമ്മയാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത്. വാപ്പ നഷ്ടപ്പെട്ടു പോയ മക്കളെ നോക്കുന്നതിൽ, അല്ലെങ്കിൽ പിതാവ് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ മരണം മാത്രമല്ലല്ലോ, ആബ്സെൻ്റായ പിതാക്കന്മാർ അങ്ങനെ കുറേ ഉണ്ടാവും. ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ മരിച്ചതുപോലെ ആയിരിക്കും ചില ആളുകൾ. ഇവിടൊക്കെ മാതാവ് വഹിക്കുന്ന റോള് വലിയ പ്രധാനമുള്ളതാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു എന്ന് പറയുന്ന തൻ്റെ മകൻ വാപ്പയില്ലാത്തതിൻ്റെ പേരിൽ ഒരിക്കലും ഒരർത്ഥത്തിലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന ചിന്ത ആ ഉമ്മക്കുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, വാപ്പ നഷ്ടപ്പെട്ടു എന്ന പരീക്ഷണത്തിൻ്റെ പുറമെ വേറൊരു പരീക്ഷണം കൂടി ഇമാം ബുഖാരിക്ക് റഹിമഹുല്ലക്ക് ചെറുപ്രായത്തിലുണ്ടായി. കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ഇന്ന് നമ്മളിന്ന് മനസ്സിലാക്കുന്നത് പോലെ വൈദ്യശാസ്ത്രം ഇന്നത്തെ അത്രയും ഉയർച്ചയൊന്നും എത്തിയിട്ടില്ലല്ലോ. അതൊക്കെ മനുഷ്യന്റെ എവല്യൂഷന്റെ പരിണാമത്തിന്റെ ഘട്ടത്തിൽ, സിവിലൈസേഷന്റെ ഘട്ടത്തിലൊക്കെ പിന്നീടാണ് ഇന്ന് കാണുന്ന എല്ലാ യന്ത്രങ്ങളും ആദ്യം തന്നെ കണ്ടെത്തുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടായത്. അന്നിതൊന്നുമില്ല. അന്ന് എല്ലാ അർത്ഥത്തിലും ചികിത്സ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ അത് ദുആക്കൾ മാത്രമായിരുന്നു, അള്ളാഹുവിനോട് കരഞ്ഞു പറയൽ മാത്രമായിരുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഉമ്മന്റെ മുമ്പിലുള്ള വഴിയും അത് മാത്രമായിരുന്നു. കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ അത് ഭാഗികമാകാം, അല്ലെങ്കിൽ പൂർണ്ണാർത്ഥത്തിലാകാം. ഫുഖിദ ബസറുഹു എന്നാണ് ഹദീസിന്റെ താരീഖിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നത്. കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. മാതാവ് അള്ളാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്ത്, അള്ളാഹു എൻ്റെ മകനെ നീ കാഴ്ചശക്തി തിരിച്ചു കൊടുക്കണമേ, കരഞ്ഞു ദുആ ചെയ്ത് ഒരുപാട് നാളുകൾ. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന് കാഴ്ചശക്തി കിട്ടി. എന്തായാലും ഈ സംഭവം നടന്നിരിക്കുന്നത് 10 വയസ്സിന് മുമ്പാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം 10ാമത്തെ വയസ്സാകുമ്പോഴേക്ക് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഖുർആനിൻ്റെ പഠനം ആരംഭിക്കുന്നുണ്ട്, ഹദീസിൻ്റെ പഠനവും ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ടാകണം. 10ാമത്തെ വയസ്സാകുമ്പോൾ ആ ഉമ്മ തൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ അയക്കുന്നത് ശരീഅത്തിൻ്റെ ഇൽമ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അപകർഷതാബോധമാണ് മക്കൾക്ക് ശരീഅത്തിന്റെ വിദ്യാഭ്യാസം പഠിപ്പിക്കുക എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കണം, ഒരു സംശയമില്ല. അതിന് പറ്റാവുന്നതിൻ്റെ ഏറ്റവും ഉയർന്ന ക്വാളിറ്റിയും പാരമ്യതയിൽ നമ്മൾ എത്തണം, ഒരു സംശയമില്ല. ഭൗതിക വിദ്യാഭ്യാസം നമ്മൾ നേടുന്നത് മഈശത്തിന് വേണ്ടിയിട്ടാണ്, ജീവിത ഉപാധിക്ക് വേണ്ടിയിട്ടാണ് ഭൗതിക വിദ്യാഭ്യാസം നേടുന്നത്. അതിൽ ആർക്കും തർക്കമൊന്നുമില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ചത്, എന്തിനൊക്കെ പഠിക്കുന്നത്? ജീവിക്കണം, പണിയെടുക്കണമെങ്കിൽ ഡിഗ്രി വേണം, PG വേണം, ക്വാളിഫിക്കേഷൻസ് വേണം, അതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ശരീഅത്തിന്റെ ഇൽമു പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് വലിയ ശമ്പളമുള്ള ജോലിയൊന്നും കിട്ടൂല. ശരീഅത്തിന്റെ ഇൽമു പഠിക്കുന്ന എന്തിനാണ്? നിങ്ങളുടെ ആത്മാവിനെ സംസ്കരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ മനുഷ്യനാകുന്നതിന് വേണ്ടിയിട്ടാണ്, ഉമ്മത്തിന് അള്ളാഹുവിനെയും റസൂലിനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തൻ്റെ മാതാവ് വേദനപ്പെട്ട് കിടക്കുമ്പോൾ അവിടെ ഒരു ശാസ്ത്രീയമായ അടിത്തറയും വെച്ചുകൊണ്ട് മാതാവിന് താലോലിക്കണമെന്നോ ആശ്വസിപ്പിക്കണമെന്നോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. അത് എത്തിക്സ് കൊണ്ടാണ് കിട്ടുക, അത് മതത്തിൻ്റെ അധ്യാപനങ്ങളിൽ കൂടിയിട്ടാണ് കിട്ടുക.
തന്നെ ഇങ്ങോട്ടൊരാൾ തെറി വിളിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങോട്ട് തെറി വിളിക്കരുത് എന്ന ബോധ്യം എനിക്കുണ്ടാകണമെങ്കിൽ എനിക്കുണ്ടാകേണ്ടത് ആത്മീയമായ അറിവാണ്, എനിക്കുണ്ടാകേണ്ടത് എത്തിക്സിന്റെ അറിവാണ്. ഈ അർത്ഥത്തിൽ 10ാമത്തെ വയസ്സ് നമ്മളൊന്ന് കണക്കൂട്ടിയാൽ മതി. 10ാമത്തെ വയസ്സാകുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ എവിടത്തേക്കാണ് അയക്കുന്നത്? പണ്ടൊക്കെ 5 വയസ്സാകുമ്പോഴാണ് സ്കൂളിലേക്ക് അയച്ചിരുന്നത്. ഇന്ന് പ്രസവിച്ച് 2ാമത്തെ വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ പ്രീ സ്കൂളിൻ്റെ ആളുകളൊക്കെ നമ്മൾ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി വരും. നിങ്ങളുടെ മകന് 2 വയസ്സായല്ലോ, അടുത്ത വയസ്സാകുമ്പോൾ പ്രീ സ്കൂളിലേക്ക് പോകണ്ടേ, 3ാമത്തെ വയസ്സിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കൊടുക്കണം, ഫോണിറ്റിക്സ് നന്നായിട്ട് പഠിപ്പിക്കണം, ഇംഗ്ലീഷ് ആക്സെൻറ്റ് നല്ല രീതിയിൽ വരണം. അതിന് നമ്മുടെ ഇന്നത്തെ ഇറ്റാലിയൻ കരിക്കുലം, അമേരിക്കൻ കരിക്കുലം നിങ്ങളുടെ മക്കളെ ഇപ്പം തന്നെ എടുക്കുകയാണ്. ഇത് കുറച്ചും കൂടി കഴിഞ്ഞാൽ പ്രഗ്നൻസി ടൈമിൽ തന്നെ ഇവർ ഹോസ്പിറ്റലുമായിട്ട് കണക്ട് ആയി കഴിഞ്ഞാൽ കിട്ടുമല്ലോ, ആരൊക്കെ ഒരു നാട്ടിൽ പ്രഗ്നൻ്റ് ആയ സ്ത്രീകളുണ്ട് അവരൊക്കെ കണക്ട് ചെയ്യും. പ്രിയമുള്ളവരെ പഠിപ്പിക്കണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ ശരീഅത്തിന്റെ ഇൽമ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു പ്രായമുണ്ട്, അത് കൊടുക്കേണ്ട ഒരു പ്രായമുണ്ട്, അത് ഹൃദയത്തിൽ ഇറങ്ങേണ്ട ഒരു പ്രായം. ആ പ്രായത്തിലാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉമ്മ മകനെ പഠിപ്പിക്കാൻ വേണ്ടി അയക്കുന്നത്. 11 വയസ്സാകുമ്പോഴത്തേക്ക് 100 കണക്കിന് ഹദീസ് ഗ്രന്ഥങ്ങൾ മനഃപ്പാടമാക്കി. അന്ന് ഇന്നത്തെ പോലെ നമ്മുടെ കയ്യിൽ പുസ്തകങ്ങളില്ലല്ലോ. പഴയ കാലത്തിനെയും പുതിയ കാലത്തിനും നമ്മൾ പഠിക്കുമ്പോൾ ഏത് കാലത്തിലെ ആളുകൾക്കാണ് ഓർമ്മശക്തി കൂടുതൽ എന്ന് നോക്കിയാൽ പഴയ കാലത്തിലെ ആളുകളാണ്. ഒന്നുമില്ല, നമ്മളോട് ചോദിക്കുക, എത്ര ആളുകളുടെ ഫോൺ നമ്പർ നമുക്ക് കാണണ്ടറിയാം? നമുക്കറിയില്ല. 1, 2, 3 കൂടിപ്പോയാൽ 5-ൽ താഴെ ആളുകളുടെ മൊബൈൽ നമ്പർ മാത്രം നമുക്ക് കാണാണ്ടറിയൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് സേവ് ചെയ്യപ്പെട്ട ഡാറ്റയായി ഒരു സ്ഥലത്തുണ്ടല്ലോ എന്ന ആശ്വാസമാണ് നമ്മൾ മനഃപ്പാടമാക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പഴയ കാലഘട്ടക്കാർ നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവർ നമ്പർ എഴുതുക പോലും ചെയ്യൂല, അവർ കാര്യങ്ങൾ എഴുതുക പോലുമില്ല, അവരെല്ലാം അവരെ മെമ്പറിലേക്ക് എടുക്കലാണ്. കാരണം അന്ന് എഴുത്തിന്റെ രൂപമില്ല, ഇന്ന് കാണുന്ന സ്റ്റോറേജ് ഫെസിലിറ്റികളില്ല. പ്രിയമുള്ളവരെ, ഹിജറ 200 എന്ന് പറഞ്ഞാൽ ആ കാലം ഏതാണ്? അച്ചടി മാധ്യമത്തിന്റെ പോലും രൂപപ്പെടാത്തൊരു കാലഘട്ടത്തിലാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്. തോലുകളിലും കല്ലുകളിലും ഒക്കെ എഴുതുന്ന ഒരു കാലം. ആ കാലഘട്ടത്തിൽ അതിങ്ങനെ മനഃപ്പാടമാക്കുക എന്നതല്ലാതെ മറ്റൊരു മാധ്യമം ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ പോലും അല്ലാഹു തആല ബുഖാരി ഇമാമിന് അസാധ്യമായ ഓർമ്മശക്തി അല്ലാഹു അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. ഒരിക്കൽ അദ്ദേഹം ഒരു നമ്മളെ പോലത്തെ ഒന്നും മദ്രസ സംവിധാനങ്ങളൊന്നും ഇല്ല. ഓരോ ആലിം ഒരു പ്രദേശത്തുണ്ടാകും, വലിയ അറിയപ്പെട്ട ആലിമുകൾ, അവരുടെ അടുക്കൽ പോയിരിക്കും, അവരുടെ ക്ലാസ്സുകൾ കേൾക്കും, അവരുടെ ഹദീസുകൾ കേൾക്കും, അതൊക്കെ പോയി പഠിക്കുകയാണ് ചെയ്യുക. ബുഖാരി ഇമാം ഒരു വലിയ പണ്ഡിതന്റെ സദസ്സിലേക്ക് പോയി 16 ദിവസം അവിടെ ചെലവഴിച്ചു. കൂട്ടത്തിലുള്ള ആളുകൾ നോക്കുമ്പോൾ ഇമാം ബുഖാരി ഒന്നും എഴുതിയെടുക്കുന്നില്ല. ഹദീസിന്റെ സനദുകളോ അതിന്റെ ടെക്സ്റ്റുകളോ ഒന്നും ഇമാം ബുഖാരി റളിയല്ലാഹു തആല എഴുതിയെടുക്കുന്നില്ല. അപ്പോൾ കൂട്ടത്തിലുണ്ടായ സതീർത്ഥരായ ആളുകളൊക്കെ പറയുണ്ടായി, നിങ്ങൾ എന്തിനാ വെറുതെ സമയം കളയുന്നത്? നിങ്ങൾ ഈ 16 ദിവസത്തെ ക്ലാസ് കേട്ടു, അല്ലെങ്കിൽ ഇത്രയും ദിവസത്തെ പാഠം കേട്ടിട്ട് നിങ്ങളൊന്നും എഴുതിയെടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് നിങ്ങൾ ഓർമ്മയിൽ നിൽക്കുക? കുറച്ചെങ്കിലും എന്തെങ്കിലും എഴുതണമല്ലോ. മൻ കതബ ഖറ മൻ ഹഫിള ഫറ എന്നാണ് സാധാരണ പറയാ. ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ അത് റിപ്പീറ്റേഷൻ കൂടിയിട്ടില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. എഴുതി വെച്ചാൽ അത് അവിടെ തന്നെ കിടക്കും. ബുഖാരി ഇമാം റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, നിങ്ങൾക്ക് ഏത് ഹദീസാണ് ആവശ്യം നിങ്ങൾ ചോദിച്ചു കൊള്ളുക. ആ 16 ദിവസത്തെ ഹദീസുകൾ അദ്ദേഹം ഒരു തെറ്റലോ സംശയമോ ഒന്നുമില്ലാതെ തന്നെ അദ്ദേഹം എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പ്രത്യേകമായി നൽകിയ ഒരു ശേഷിയായിരുന്നു ഓർമ്മശക്തി എന്ന് പറയുന്നത്. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 16ാമത്തെ വയസ്സാകുമ്പോഴേക്ക് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലയുടെയും വക്കീഇന്റെയും ഒക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം മനഃപ്പാടമാക്കി എന്ന് നമുക്ക് താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അങ്ങനെ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ മുമ്പിൽ ഒരിക്കൽ ക്ലാസ്സിലിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇസ്ഹാഖ് ബിൻ റാഹവൈഹി റഹിമഹുല്ല അദ്ദേഹത്തിനോട് പറയുന്നത്, ക്ലാസ്സിനിടയിൽ പറയുന്നു, ഞാനിങ്ങനെ ആഗ്രഹിച്ചു പോവുകയാണ്. എന്താ ആഗ്രഹിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ എല്ലാ ആളുകളും ശേഖരിക്കാൻ അപ്പോഴത്തേക്ക് തുടങ്ങി. അന്ന് ജീവിച്ചിരുന്ന പണ്ഡിതന്മാരൊക്കെ തങ്ങളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എത്തി നിൽക്കുന്ന ചെയിൻ ഓഫ് നെറേറ്റേഴ്സ്, സനദ് എന്നാണ് ഇതിന് പറയാ. നമ്മളത് മനസ്സിലാക്കുന്നതിൽ കുറച്ച് പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അടിത്തറയെങ്കിലും മനസ്സിലാക്കി വെക്കണം. നിങ്ങളൊന്ന് ആലോചിക്കും, ഹിജറ 194 ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. നബി തങ്ങളുടെ വഫാത്ത് ഹിജ്റ 20-ന്റെയും 30-ന്റെയും ഇടയിൽ. ഈ 20 മുതൽ 190 കൊല്ലം എന്ന് പറഞ്ഞാൽ ഏകദേശം 170 വർഷത്തെ ഗ്യാപ്പ് വന്നു. ഈ 170 വർഷത്തിന്റെ ഇടയിൽ എങ്ങനെയാണ് നബി തങ്ങൾ പറഞ്ഞൊരു കാര്യം കിട്ടുക? നമ്മളിന്ന് സാധാരണ പറയുന്നത്, നബി തങ്ങൾ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യുക്രിം ദൈഫഹു, അതിഥിയെ ബഹുമാനിക്കട്ടെ, നല്ലത് പറയട്ടെ, വാ മൂടട്ടെ എന്നൊക്കെ നമ്മളിന്ന് പറയുന്നുണ്ടല്ലോ. നബി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്?
കാലം കഴിയുന്നതിനനുസരിച്ചിട്ട് ദൈർഘ്യം കൂടുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം 170 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് ബഹുമാനപ്പെട്ടവരുടെ നിബിധങ്ങളുടെയും ഇടയിൽ. അപ്പോൾ ഓരോ ആളുകൾ എന്താ ചെയ്യുക? ഒരാൾ കേൾക്കുകയാണ്, ഒരു പണ്ഡിതൻ കേൾക്കുകയാണ്, ഇതാ നബിതങ്ങൾ ഇന്ന സംഭവം പറഞ്ഞിട്ടുണ്ട് എന്ന് ഇന്ന മുഹമ്മദ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹദീസിന്റെ ക്രോഡീകരണത്തിന്റെ ഒരു ബേസാണ്, ഏറ്റവും ചെറിയ ബേസാണ് പറഞ്ഞിരുന്നത്. നമ്മളിത് അറിയണമല്ലോ, ഇത് നമ്മളെ കാര്യമാണല്ലോ, ഇതൊക്കെ വേറെ ആരും പഠിക്കേണ്ടതല്ലോ. അപ്പൊ എന്താ ചെയ്യും? ഈ മുഹമ്മദിന്റെ അടുക്കലേക്ക് പോകും ഈ കേട്ട ആള്, എന്നിട്ട് ചോദിക്കും, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഇന്നത് കേട്ടു എന്ന് എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം പറയാണ്, അതേ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആരാണ് പറഞ്ഞത്? നിങ്ങൾ നിബിധങ്ങളുമായിട്ട് നേരിട്ട് കാണാനും സന്ധിക്കാനുമുള്ള സാധ്യതയില്ലല്ലോ. അപ്പൊ അയാൾ പറയും, ഉദാഹരണത്തിന് ഇതാ ഞാൻ ഇന്ന് ഇബ്രാഹിം എന്ന ഒരാളിൽ നിന്നാണ് കേട്ടത്. ചിലപ്പോൾ ഈ ഇബ്രാഹിം 3 മൈലുകൾക്ക് അപ്പുറം താമസിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ 300 മൈൽ അപ്പുറം താമസിക്കുന്ന ആളായിരിക്കും. വാഹനപ്പുറത്ത്, കുതിരപ്പുറത്ത്, കഴുതപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ട് ഈ ഇബ്രാഹിം എന്ന ആളുടെ അടുക്കിലേക്ക് പോകും. എന്നിട്ട് അയാളോട് ചോദിക്കും, നിങ്ങൾ ഇങ്ങനെ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതായി ഞാൻ കേട്ടല്ലോ, നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ? അപ്പൊ അയാൾ ചിലപ്പം പറയും, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ലല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ ക്ലാഷ് വന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഈ തൊട്ടു മുമ്പ് പറഞ്ഞ മുഹമ്മദ് എന്ന് പറയുന്ന റിപ്പോർട്ടർക്ക് എന്തോ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഹദീസ് സ്വീകാര്യോഗ്യമാകൂല. ചിലപ്പോൾ ഇബ്രാഹിം എന്നാൾ പറയാണ്, അതെ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആരിൽ നിന്നാണ് കേട്ടത്? അതാ ഞാൻ ഇന്ന താബിഈയിൽ നിന്നാണ് കേട്ടത്. താബിഈ എന്ന് പറഞ്ഞാൽ സഹാബി കഴിഞ്ഞ തൊട്ട് ഗ്രേഡ് താഴെയുള്ള ആളാണ്. അങ്ങനെ ആ താബീന്റെ അടുക്കലേക്ക് പോകും. എന്നിട്ട് ചോദിക്കും ഇതേ ചോദ്യം, നിങ്ങൾ ഇങ്ങനെ ഒരു ഹദീസ് കേട്ടിട്ടുണ്ടോ? അതിന്റെ വാചകങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നോ കേട്ടത്? അല്ല, ആശയമാണ് നിങ്ങൾ കേട്ടത്? ഉദാഹരണത്തിന് 2 സാധ്യത ഉണ്ട്. ഒന്നുകിൽ അദ്ദേഹം പറയും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല, അപ്പൊ ആ ഹദീസ് മുൻകത്തി ആയി നമ്മൾ പറയും, അല്ലെങ്കിൽ മഖ്തു ആണെന്ന് പറയും. ചിലപ്പോൾ അദ്ദേഹം പറയും ഇല്ല ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അവയ്ക്കും നിങ്ങൾ ഏത് സഹാബിയിൽ നിന്നാണ് കേട്ടത്? താബി ഒരിക്കലും നബിതങ്ങളെ കാണൂല, നബിതങ്ങളെ കണ്ടാൽ പിന്നെ അദ്ദേഹം സഹാബിയായല്ലോ. അപ്പൊ അദ്ദേഹം പറയുക ഞാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നാണ് കേട്ടത്. സഹാബിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിനെ പറ്റി ചർച്ച ചെയ്യേണ്ടതില്ല. ആ ഹദീസിനെ നമ്മളിങ്ങനെ കണ്ണി ചേർക്കും, ഇന്ന ആളിൽ നിന്നും ഇന്ന ആളിൽ നിന്നും ഇന്ന ആളിൽ നിന്നും അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹദീസ് എന്ന് പറയുന്ന 2 പാർട്ടാണ്. ഒന്ന് ചെയിൻ ഓഫ് നറേറ്റേഴ്സ് എന്ന് പറയുന്ന ഇസ്നാദ്, സനദ് എന്ന് പറയും. എന്താ സനദ് എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് ആരാണോ റിപ്പോർട്ട് ചെയ്യുന്നത് ആ ആള് മുതൽ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന മുറിയാത്ത, കണ്ണി അറ്റുപോകാത്ത പരമ്പര. 2 എന്താണ്? അതിന്റെ മത്തിനാണ്. എന്താണോ നബിതങ്ങൾ പറഞ്ഞത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ലൈഫഹു എന്ന് പറയുന്നതാണെങ്കിൽ ഇതാണ് ഹദീസിന്റെ ടെക്സ്റ്റ് അല്ലെങ്കിൽ മത്തൻ എന്ന് പറയുന്നത്. ഇതാര് റിപ്പോർട്ട് ചെയ്തു? ഉദാഹരണത്തിന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്നും ഇന്ന താബി, അദ്ദേഹത്തിൽ നിന്ന് തബഉ താബി, അദ്ദേഹത്തിൽ നിന്നും ഇന്നാൾ, ഇങ്ങനെ നീണ്ടു പോകുന്ന പരമ്പരക്കാണ് ഇസ്നാദ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ ഇങ്ങനെ 3 ലക്ഷം ഹദീസുകൾ മനഃപ്പാടമാക്കിയിട്ടുണ്ട്. നമ്മളിന്ന് ഹദീസ് മനഃപ്പാടാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇന്ന് ഏതെല്ലാം സ്ഥാപനങ്ങളിൽ ഹദീസ് മനഃപ്പാടാക്കുന്നുണ്ടോ അതൊക്കെ മനഃപ്പാടാക്കുന്നത് മത്തിന് മാത്രമാണ്, ടെക്സ്റ്റ് മാത്രമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് മൻ കാന യുമിനു ബില്ലാഹി ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ എന്നൊക്കെ പറയുന്ന ഹദീസുകൾ നമ്മൾ മനഃപ്പാടമാക്കുന്നത് അതിന് ടെക്സ്റ്റ് മാത്രമാണ്. ആരും തന്നെ ചെയിൻ ഓഫ് നറേറ്റേഴ്സ് സനദ് മനഃപ്പാടമാക്കുന്നില്ല. ഈ ബുഖാരി ഇമാം അടങ്ങുന്ന ഹദീസ് സംഘം മനഃപ്പാടമാക്കുന്നതും പഠിക്കുന്നതും സനദുകൾ സഹിതമാണ്. നിങ്ങളൊന്ന് നോക്കൂ, ഇബ്രാഹിം എന്ന് പറയുന്ന എത്ര ആളുകൾ ഉണ്ടാവും ഒരു നാട്ടിൽ? എത്ര ആളുകൾ ഉണ്ടാവും? ഇസ്മായിൽ എന്ന് പറഞ്ഞ എത്ര ആളുണ്ടാവും? അപ്പൊ ഒരാൾ പറയണേ എനിക്ക് ഇബ്രാഹിം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏത് ഇബ്രാഹിമാണ് പറഞ്ഞത്? ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഈ 3 ലക്ഷം ഹദീസുകളുടെ സനദുകളൊക്കെ ചർച്ച ചെയ്തിട്ട് ആ റിപ്പോർട്ടർമാരുടെ ബയോഗ്രഫി മാത്രം തയ്യാറാക്കിക്കൊണ്ട് അത്താരിഖുൽ കബീർ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. നമുക്കൊക്കെ അറിയുന്നത് സഹീഹുൽ ബുഖാരി മാത്രം. സഹീഹുൽ ബുഖാരി ഏത് ഇമാം ബുഖാരിയെ മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. ആ ബുഖാരിന്റെ ഹദീസുകളുടെ ചെയിൻ ഓഫ് നറേറ്റേഴ്സ്, സനദിലെ ഓരോ റാവിമാരെ പറ്റി ഇപ്പോൾ ഒരു അബു അബ്ദില്ല എന്നുള്ള ആളെ പേര് വന്നു. നമ്മൾ ഈ താരീഖുൽ കബീർ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഡാറ്റാബേസിൽ ഈ ചെക്ക് ചെയ്ത് ഇന്നതിന്റെ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ലഭ്യമാണ്. ഈ കിതാബുകളുടെ ഒക്കെ ഈ അബു അബ്ദില്ല എന്ന് അലിഫും ബാവും വാവും ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ വരും. അബു അബ്ദില്ല നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വരും. വുലിദ ഫീ സന, ഇത്രാം വർഷത്തിൽ ഇന്ന സ്ഥലത്ത് ജനിച്ചു, അദ്ദേഹത്തിന്റെ വാപ്പ എന്ന ആളാണ്, അദ്ദേഹത്തിന്റെ ഉമ്മ എന്ന ആളാണ്, അദ്ദേഹത്തിന് ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ, സ്വീകരിക്കാൻ പറ്റൂലേ, അദ്ദേഹത്തിന് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, ഇതൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടൊരു മനുഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ ചെറിയ ആളാണോ? നമുക്ക് മനസ്സിലാക്കി തരുമാറാക്കട്ടെ. ഇങ്ങനെ ഒരു കാലമാണ് ഹദീസിന്റെ കാലം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആളുകളൊക്കെ മാക്സിമം ചെയ്യാൻ ശ്രമിച്ചെന്താ, മാക്സിമം ഹദീസുകളിൽ കിട്ടിയ ഹദീസുകളൊക്കെ ശേഖരിക്കുക, മാക്സിമം ക്രോഡീകരിക്കുക. കാരണം ഇനിയൊരു 10 വർഷമോ 50 വർഷമോ കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ആളുകളൊക്കെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഹദീസുകൾ ലഭ്യമാകാതിരിക്കുന്നൊരു സമയം വരും.
അപ്പോൾ അവിടെ ഉണ്ടായ പ്രശ്നം എന്താണ്? എല്ലാ ആളുകളെയും ഹദീസുകളെ കളക്ട് ചെയ്യുന്നതിലായിരുന്നു കംപ്ലീറ്റ് ശ്രദ്ധ. ഫിൽറ്ററിങ്ങിന്റെ പ്രോസസ്സിലേക്ക് ആളുകൾ പോയിരുന്നില്ല. എന്താ ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞാൽ? ഉദാഹരണം നമ്മൾ നേരത്തെ പറയാം. ഉദാഹരണം ബുഖാരി ഇമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദ് താബി സഹാബി, ഇങ്ങനെ പോയിട്ട് ഒരു ചെയിൻ ഉണ്ടാകുക. എല്ലാ ആളുകളും പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റൂല. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ചെയിൻ ഓഫ് നറേറ്റേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, സനദ് എടുത്തു കഴിഞ്ഞാൽ ഒരാളെ ഹദീസ് സ്വീകരിക്കണമെങ്കിൽ പണ്ഡിതന്മാർ പറയുന്ന ഒന്നാമത്തെ കണ്ടീഷൻ അയാൾക്ക് ഓർമ്മശക്തി ഉണ്ടാകണം. അയാൾ ഓർമ്മശക്തിയിൽ പിഴവുണ്ടാകാൻ വേണ്ടി പാടില്ല. അയാൾ മതബോധമുള്ളവനാകണം. അയാൾ ദീനിയായ ആളാകണം. ബാഹ്യമായും ആന്തരികമായും ദീനീയ ബോധമുള്ള ആളാകണം. ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ സ്വഹീഹിന് എന്താണ് ഇത്രയും വലിയ പ്രത്യേകത? ബാക്കി ആളുകളൊക്കെ നമ്മളൊരു പൊതുവായ ഒരു അളവ് പോലെ വെച്ച് പറയുകയാണെങ്കിൽ ഒരു 80% സ്കെയിൽ വെച്ചിട്ടാണ് അളക്കുക ഓരോ റിപ്പോർട്ടർമാരെയും. നാലേക്കാണ് ഓരോ റിപ്പോർട്ടർമാർ എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യന്മാരാ. ഇവരൊക്കെ സാധനം ബയോഗ്രഫി കിതാബിൽ വരണമെങ്കിൽ എത്ര യാത്ര ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഇമാം ബുഖാരി റളിയല്ലാഹു ഈ വിഷയത്തിൽ വളരെ കണിശക്കാരനായിരുന്നു. അദ്ദേഹത്തിന് അത്രയും പെർഫെക്റ്റ് ആണ് എന്ന് തോന്നിയാൽ മാത്രമേ ഒരാളുടെ ഹദീസ് അദ്ദേഹം സ്വീകരിക്കുകയുള്ളൂ. അതിനെന്താ അദ്ദേഹം ചെയ്യുക? അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം നമുക്ക് താരീഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരാളെ പറ്റി ഇങ്ങനെ കേട്ടു, അദ്ദേഹം നബിതങ്ങളിൽ നിന്നും ഇന്നൊരു ഹദീസ് പറഞ്ഞതായിട്ട് ചെയിനിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു നേരിട്ട് പോയിട്ട് ചോദിക്കൂല. അദ്ദേഹത്തിൻ്റെതായ റിസർച്ച് മെത്തേഡ് ഉണ്ട്. അദ്ദേഹം എന്ത് ചെയ്യും? ഇദ്ദേഹം ഏത് നാട്ടിലാണോ താമസിക്കുന്നത്, ഉദാഹരണം കോഴിക്കോട് ജില്ലക്കാരനാണെങ്കിൽ ബുഖാരി ഇമാം അദ്ദേഹം നിൽക്കുന്ന നാട്ടിൻ്റെ അടുത്ത പള്ളിയിൽ പോയിട്ട് കുറച്ച് ദിവസം താമസിക്കും. എന്നിട്ടോ ഇദ്ദേഹത്തിന് നിരീക്ഷിക്കും. ഇദ്ദേഹം പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കുന്നുണ്ടോ? ഇദ്ദേഹം പരസ്യമായി ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ? റോട്ടിൽ നടന്നുകൊണ്ട് തിന്നുന്നുണ്ടോ? ഈ നടന്നുകൊണ്ട് ഒരാൾ തിന്നാവൻ അയാൾ ഹദീസ് സ്വീകരിക്കൂല. നിങ്ങൾ ആലോചിക്കണം, ആ കാലഘട്ടത്തിൽ നടന്നുകൊണ്ട് റോഡിൽ തിന്നുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻക്ക് വ്യക്തിത്വമില്ല എന്നതിന് അടയാളമായിരുന്നു. ഇവിടെ പഴയ കിതാബുകളിൽ കാണാം, ഒരാൾ റോട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അയാളെ സാക്ഷിയാക്കാൻ പറ്റില്ല എന്ന് കാണാം. ഇന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? കാരണം ഇന്ന് എല്ലാ റോട്ടും പോയി തിന്നുന്നത്, വീട്ടിൽ നിന്ന് ആരും തിന്നുന്നില്ല. ആ ഒരു കാലം എന്ന് പറയുന്നത് മനുഷ്യന്മാരൊക്കെ അത്രയും മാന്യത സൂക്ഷിച്ച കാലമായിരുന്നു. ഇതിങ്ങനെ നിരീക്ഷിക്കും ബഹുമാനപ്പെട്ടവർ. അങ്ങനെ ഒരാളെ കാണാൻ വേണ്ടി അദ്ദേഹം പോയി, നിരീക്ഷിക്കാൻ വേണ്ടി പോയി. അപ്പം ഇദ്ദേഹത്തിന് തൻ്റെ ഒരു കഴുത ഉണ്ടായിരുന്നു. അപ്പോൾ കഴുതക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. കഴുത ആലയിലേക്ക് കെട്ടണം. കഴുത വരുന്നില്ല. അപ്പം ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? തൻ്റെ കയ്യിലുള്ള പുല്ലിങ്ങനെ നീട്ടി കഴുതക്ക് നേരെ, ഇല്ലെങ്കിൽ ഏതാണ് ആ ജീവിക്ക് നേരെ. അപ്പോൾ അതിങ്ങനെ അടുത്ത് വരുമ്പോൾ ഇദ്ദേഹം വീണ്ടും പിറകോട്ടേക്ക് വലിക്കും. അങ്ങനെ വലിച്ച് ഇദ്ദേഹം ഈ കഴുത അല്ലെങ്കിൽ ആ ജീവിയെ തൻ്റെ ആലയിലേക്ക് കെട്ടി. അപ്പോൾ തൻ്റെ മൃഗത്തിനെ തൻ്റെ ആലയിലേക്ക് വലിച്ചു കെട്ടാൻ കാണിച്ച ഒരു സൂത്രം. ശറഈയായി അതിന് ഹറാമെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം ആലയിലെത്തിയാൽ ഭക്ഷണം കൊടുക്കണമെന്ന് മാത്രമേ ശറഈന്റെ കൽപ്പനയുള്ളൂ. പക്ഷേ ഇതുപോലും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഹദീസ് സ്വീകരിച്ചില്ല. കാരണം ഇതുപോലും ഒരു മനുഷ്യന്റെ വിശ്വസ്തതയെ, കാരണം നമ്മൾ ഹറാം ഹലാലിന്റെ അപ്പുറത്താണല്ലോ സൂക്ഷ്മത എന്ന് പറയുന്നത്. അത് സൂക്ഷിക്കാത്തതിന്റെ പേരിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവരുടെ ഹദീസ് സ്വീകരിച്ചത് ഇങ്ങനെ അതിശക്തമായ കണിശത ഈ വിഷയത്തിൽ കാണിച്ചിരുന്നു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ 6 ലക്ഷത്തോളം ഹദീസുകൾ സ്വഹീഹുൽ ബുഖാരി എഴുതാൻ വേണ്ടി ഞാൻ പഠിച്ചു, മനപ്പാടാക്കി. അതിൽ നിന്നും ഫിൽട്ടർ ചെയ്തിട്ട് 7000 ഹദീസാണ് സ്വഹീഹുൽ ബുഖാരിയിലുള്ളത്. അപ്പോൾ അദ്ദേഹം കാണിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കി. മഹാനവറുകൾ പറയുന്നു, ഞാൻ ഒരു ഹദീസ് അതിനെപ്പറ്റി കൃത്യമായി പഠിക്കും, ഓരോ റാവിമാരെ പറ്റി ഞാൻ പഠിക്കും, അതിൻ്റെ ടെക്സ്റ്റിനെ പറ്റി ഞാൻ പഠിക്കും. എന്നിട്ട് അത് സ്വഹീഹുൽ ബുഖാരിയിൽ എഴുതുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയുമോ? ഞാൻ ഒന്ന് ഇഗ്തസൽതു എന്നാണ് ഹദീസിലൊക്കെ കാണുന്ന പദം. ഇഗ്തസൽത്തുന് കുളിച്ചു എന്ന് അർത്ഥം വെക്കാം, ഒദു ചെയ്തു എന്ന് അർത്ഥം വെക്കാം, മുഖം കൈകാല് കഴുകുന്നൊക്കെ അർത്ഥം വെക്കാം. ഈ 3 അർത്ഥം വെച്ചാലും ശുദ്ധി വരുത്തിയതിന് ശേഷം ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും, ഹാജത്ത് നിസ്കരിക്കും. എന്നിട്ട് എൻ്റെ കൽബിൽ ഇത് ഈ കിതാബിൽ ചേർക്കാൻ പറ്റുന്ന അത്രയും പെർഫെക്റ്റായ ഹദീസാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ടായാൽ മാത്രമേ ഞാനിത് ചേർക്കാറുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാ ഹദീസ് സാരിയിൽ അദ്ദേഹത്തിൻ്റെ ആമുഖത്തിൽ ഈ വിഷയങ്ങൾ ഇങ്ങനെ പരാമർശിക്കുന്നുണ്ട്. അത്രയും സൂക്ഷ്മതയായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ഇസ്ഹാഖ് ഇബ്നു റാഹബിയാണ് പറയുന്നത്, ഹദീസുകളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ സ്വഹീഹും ദഈഫും ഒക്കെ അതിൻ്റെ കാറ്റഗറി തിരിക്കാതെ ഫിൽട്രൈസേഷൻ നടക്കാതെയാണ് ഇതിങ്ങനെ ചേർന്ന് പോകുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാകണം. നബി തങ്ങളുടെ വാക്കുകൾ കുറ്റമറ്റ രീതിയിൽ ഒരു സ്വരൂപിക്കപ്പെടണം. ബുഖാരി ഇമാം പറഞ്ഞു, അന്നാണ് ഞാൻ തീരുമാനമെടുക്കുന്നത് അങ്ങനെ ഒരു ഗ്രന്ഥം വേണം. അങ്ങനെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. ആ അധ്വാനം നീണ്ടു. എത്ര വർഷം വരെ? മുഅ്മിനീങ്ങളെ 16 വർഷം.
16 വർഷം നമ്മൾ ഇന്നിങ്ങനെ കുട്ടിക്കളി പോലെ, നമ്മൾ ഇന്നിങ്ങനെ ലാഘവത്തോടുകൂടി ഒരു ബഹുമാനവും ഇല്ലാതെ, എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ നമ്മൾ ഈ പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉച്ചരിക്കുമ്പോൾ ഈ ഗ്രന്ഥം മുസ്ലിം ലോകത്തിന് കിട്ടാൻ അദ്ദേഹം നൽകിയ ആയുസിന്റെ പാതി എന്ന് പറയുന്നത്, ഓഹരി എന്ന് പറയുന്നത് 16 വർഷമാണ്. 16 വർഷം. അതിന്റെ ഓരോ ചാപ്റ്ററിനും ഹെഡിങ് അദ്ദേഹം എഴുതുന്നത് റൗള ഷെരീഫിൽ വെച്ചായിരുന്നു. ഏതൊക്കെ രാജ്യങ്ങളിൽ യാത്ര ചെയ്തു? മക്കയിൽ പോയി, മദീനത്ത് പോയി, ഈജിപ്തിൽ പോയി, നൈസാബൂറിൽ പോയി, വിവിധ രാജ്യങ്ങളിൽ യാത്രയോട് യാത്രയായിരുന്നു. ആയിരക്കണക്കായ ഗുരുനാഥന്മാർ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ ഇദ്ദേഹത്തിന്റെ കീർത്തിയും ഖ്യാതിയും ഒക്കെ ലോകം മുഴുവൻ ഇങ്ങനെ വ്യാപിച്ചു തുടങ്ങി, ആളുകൾക്കൊക്കെ അറിയാൻ വേണ്ടി തുടങ്ങി. ഈ സമയത്ത് നമുക്കറിയാലോ, ഏത് നന്മന്റെ വകുപ്പുകൾ വന്നാലും, ഖൈറിന്റെ ആളുകൾ വന്നാലും, ഭൗതികമായി ഉയർന്ന ആളുകൾ വരുമ്പോഴൊക്കെ മനുഷ്യന്മാർ 2 തരക്കാരായി മാറും. ഒന്നുകിൽ ഒരു നന്മ ഉണ്ടല്ലോ, ഒരു ഖൈറിന്റെ അഹിലാണല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കും ആ ഖൈറിന്റെ ഭാഗവക്കാകാം എന്ന് ചിന്തിച്ചിട്ട് അതിലേക്ക് അലിയും. പുഴ സമുദ്രത്തിലേക്ക് അലിഞ്ഞു ചേരുന്നത് പോലെ മാറി നിൽക്കാറുണ്ട്, നമുക്കും ഇതിന്റെ കൂട്ടത്തിൽ ഒഴുകാം, ആ നന്മ നമുക്ക് കിട്ടട്ടെ എന്ന് ചിന്തിക്കും. ചില ആളുകൾ വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ള നിലക്ക് ഒരു നന്മ ഉണ്ടാകുമ്പോൾ നമുക്കിതിൽ ചേരാൻ സാധ്യമല്ല, നമുക്കിതിനെതിരെ എങ്ങനെ തിരിയാമെന്നുള്ള നിലക്ക് കുബുദ്ധി കാണിക്കും, ഹസദ് ഉണ്ടാകും. ഇതുപോലെ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു സഹീഹുൽ ബുഖാരി എഴുതി തീർത്തി അത് ലോകം മുഴുവൻ ഇങ്ങനെ പ്രസിദ്ധമാകുന്ന സമയം ആകുമ്പോഴേക്ക് അസൂയാലുക്കളുടെ പട വർദ്ധിച്ചു. ഇത്രയോ നിങ്ങൾ ആലോചിക്കും, ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ ഓർമ്മയെ പറ്റിയിട്ട്. അങ്ങനെ ആളുകൾ എന്തൊക്കെ കുബുദ്ധി കാണിച്ചു. ഒരിക്കൽ അദ്ദേഹം നൈസാബൂറിലേക്ക് വരികയാണ്. നൈസാബൂറിലേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹം ഒരു നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് കാണുമ്പം മിനിമം അദ്ദേഹത്തിൻ്റെ ഒരു സദസ്സിൽ ഒരു 5000-6000 ആളുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഇന്ന് നമുക്ക് ഒരു 5000 ആളുള്ള ഒരു പ്രോഗ്രാം നമുക്ക് സംഘടിപ്പിക്കണമെങ്കിൽ എത്ര ആളുകളുടെ അധ്വാനം, എത്ര ദിവസങ്ങൾക്ക് മുമ്പ് എന്തെല്ലാം മാധ്യമങ്ങൾ ഉപയോഗിച്ച് ചെയ്യണം എന്ന് നമ്മൾ ഒന്ന് കോമൺ സെൻസ് വെച്ച് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഇതൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് മാത്രം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വരുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാരും സാധാരണക്കാരനും വിദ്യാർത്ഥികളും ഹദീസിലും തഫ്സീറിലും ഒക്കെ അവഗാഹമുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടുമായിരുന്നു. കാരണം എന്താണ് ഇമാം ബുഖാരി നമുക്ക് നൽകുന്ന ഹദീസ് അത്രയും വിലപ്പെട്ടതാണ്. കാരണം ഇദ്ദേഹം പറയുന്നത് കാണാത്ത നബിതങ്ങളെ പറ്റിയിട്ട് കണ്ടതുപോലെ വ്യാഖ്യാനിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട ഇമാം അവർകൾ. അദ്ദേഹത്തിന്റെ ഈ വര പറഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ പദ്ധതി ഇട്ടു. ഒന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് കുറക്കണം, ആളുകളെ കൂട്ടത്തിൽ ഒന്ന് ഇൻസൾട്ട് ചെയ്യണം. അങ്ങനെ ഇവർ 10 ആളുകളെ തിരഞ്ഞെടുത്തു. അദ്ദേഹം ഒരു മുസ്ലിം തന്നെയാണ്, അതും ഒരു പണ്ഡിതൻ തന്നെയാണ്. 10 ആളുകളെ തിരഞ്ഞെടുത്തു. എന്നിട്ട് 100 ഹദീസുകൾ സെലക്ട് ചെയ്തു. ഓരോ ആൾക്കും 10 വീതം ഹദീസുകൾ കൊടുത്തു. എന്നിട്ട് ഇവരോട് ചട്ടം കെട്ടി, എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ സദസ്സ് തീരാനാകുമ്പോഴത്തേക്ക് ഓരോ ആളുകളും ഹദീസ് പറയണം. എന്നിട്ട് ഇമാം ബുഖാരിയോട് ചോദിക്കണം, ഈ ഹദീസ് പരിചയമുണ്ടോ എന്ന് ചോദിക്കണം. അത് ഉറപ്പായിട്ട് ഇമാം ബുഖാരിക്ക് പരിചയം ഉണ്ടാവും. പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ അവതരിപ്പിക്കേണ്ടത് ആ ചെയിനിൽ മാറ്റം വരുത്തണം. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൻ മുഹമ്മദ്, അൻ ഇസ്മായിൽ, അൻ ഇബ്രാഹിം, ഇതാണ് ചെയിൻ, ശരിയായ ചെയിനെങ്കിൽ നിങ്ങൾ അതിനെ മാറ്റി പറയണം. അൻ മുഹമ്മദ്, അൻ ഇസ്മായിൽ, അൻ ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് പറയണം. ഇമാം ബുഖാരിക്ക് കൺഫ്യൂഷനാവും, തെറ്റിപ്പോവും, മാറിപ്പോവും. 100 ഹദീസാണല്ലോ വരുന്നത്. സദസ്സിന് ജനനിബിഡമായി ആളുകളൊക്കെ ഒരുമിച്ച് കൂടി. അങ്ങനെ അദ്ദേഹത്തിന്റെ സദസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് ചില ഹദീസുകൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ഇവർ ഹദീസുകൾ ഒന്നാമത്തെ ഹദീസ് പറഞ്ഞു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ അഅരിഫുഹു, ഈ ഹദീസ് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പറഞ്ഞു, 3 പറഞ്ഞു, 4 പറഞ്ഞു. 100 ഹദീസുകൾ 10 ആള് 10 വെച്ചിട്ട് പറഞ്ഞു. 100 ഹദീസുകൾക്ക് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന് മറുപടി ഒറ്റ, ഈ ഹദീസ് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. കൂട്ടത്തിലുണ്ടായിരുന്ന സാധാരണക്കാരൊക്കെ ചിന്തിച്ച്, 100 ഹദീസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്താണ് പഠിച്ചിരിക്കുന്നത് എന്ന ചോദ്യങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു പോസ് എടുത്തിട്ട് പറഞ്ഞു, ഒന്നാമനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്നാമത് പറഞ്ഞ ഹദീസ് ഇങ്ങനെയായിരുന്നു, പക്ഷെ അത് അങ്ങനെയല്ല, അതിന്റെ ഒറിജിനൽ ചെയിൻ ഇങ്ങനെയാണ്. അൻ മുഹമ്മദ്, അൻ ഇബ്രാഹിം, അൻ ഇസ്മായിൽ, അൻ ഫുലാൻ, അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 100 ഹദീസുകളെ അദ്ദേഹം തിരുത്തി പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ഇതാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അവർകൾ. ഇമാം ദാഖിലി റളിയല്ലാഹു അൻഹു രൂപം പറയുന്നുണ്ട്, 11 വയസ്സുള്ളപ്പോൾ, ഇതിപ്പോ 16 വർഷത്തെ ഹദീസൊക്കെ ബുഖാരി സഹീഹൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം 11ാമത്തെ വയസ്സിൽ തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം
ഇമാം ദാഖിലി എന്ന് പറയുന്ന ഉസ്താദിനടുക്കൽ ഹദീസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദാഖിലി എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞു, അദ്ദേഹം തന്റെ സനദ് ചെയിൻ ഇങ്ങനെ പറയാണ്, അൻ സുഫിയാൻ അൻ അബി സുബൈർ അൻ ഇബ്രാഹിം. ദാഖിലി പറയുന്നത് ഒന്ന് മനസ്സിലാക്കണം, കുറച്ച് വിഷമമുണ്ടെങ്കിലും നമ്മൾ ഇതൊക്കെ അറിയേണ്ടതാണല്ലോ. അദ്ദേഹം പറയാണ്, ഞാൻ കേട്ടത് സുഫിയാൻ എന്നവരിൽ നിന്നും, സുഫിയാൻ അൻ അബി സുബൈറിൽ നിന്നും, അൻ അബി സുബൈർ അൻ ഇബ്രാഹിം, ഇദ്ദേഹം ഇബ്രാഹിമിൽ നിന്നാണ്. ഉടനെ ഇമാം ബുഖാരി റളിയല്ലാഹു പറഞ്ഞു 11 വയസ്സാണെന്ന് നിങ്ങൾ പറയാൻ തെറ്റാണെന്ന് പറഞ്ഞു. ആ സനദ് തെറ്റാണ്. എന്താ കാരണം? അബു സുബൈർ എന്ന് പറയുന്ന റാവി, ആ റിപ്പോർട്ടർ ഇബ്രാഹിം എന്ന് പറയുന്ന റിപ്പോർട്ടറെ കണ്ടുമുട്ടിയിട്ടില്ല. കണ്ടുമുട്ടാത്ത ആൾ എങ്ങനെയാണ് ഹദീസ് നറേറ്റ് ചെയ്യുക? അദ്ദേഹത്തിന് സംശയമായി, ഉസ്താദിന് സംശയമായി, ദാഖിലിക്ക് സംശയമായി. അദ്ദേഹം ഹദീസിന്റെ ഗ്രന്ഥം ടെക്സ്റ്റ് പരിശോധിച്ച് നോക്കിയപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായിരുന്നു കറക്റ്റ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അങ്ങനെ നീണ്ട 62 വർഷം ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ജീവിതം ഹദീസുകൾക്ക് വേണ്ടി മാറ്റിവെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 ലക്ഷം ഹദീസുകൾ സഹീഹും ദഈഫും ഒക്കെ ഞാൻ പഠിച്ചു. അതിൽ ഏറ്റവും ഫിൽട്ടർ ചെയ്തിട്ട് സംശയത്തിന് 1% പോലും വകുപ്പില്ലാത്തതൊക്കെയാണ് ബുഖാരിയിൽ കിട്ടിയത്. അതുകൊണ്ടാണ് സാധാരണ പറയാറുള്ളത് നമ്മൾ അസഹുൽ കുതുബി ബഅദ കിതാബില്ല സഹീഹുൽ ബുഖാരി. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം, അസഹായ ഗ്രന്ഥം, അത് സഹീഹുൽ ബുഖാരിയാണ്. പല പണ്ഡിതരും പറയുമായിരുന്നു, ആകാശത്തിന് ചുവടെ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ദൃഷ്ടാന്തം നടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിലേക്ക് നോക്കിക്കൊള്ളട്ടെ എന്ന് പറയുമായിരുന്നു. പ്രിയമുള്ളവർ, ഏതായാലും മഹാനവർകൾ തങ്ങളുടെ ജീവിതം മുഴുവൻ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി, ഇൽമിനു വേണ്ടി ചെലവഴിച്ചു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസൂയാലുക്കൾ അദ്ദേഹത്തെ വിട്ടില്ല. അസൂയയുടെ കാഠിന്യം കൂടി അദ്ദേഹത്തിന് തൻ്റെ നാട്ടിൽ നിന്നും പുറത്താക്കേണ്ടി വന്നു. എന്നിട്ട് ഏതൊക്കെ നാട്ടിൽ പോയാലും ഇവിടുത്തെ കുബുദ്ധികൾ ആ നാട്ടുകാർക്ക് കത്തെഴുതും. ഇദ്ദേഹം കുഴപ്പക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതും. ആ നാട്ടിൽ നിന്നും മറ്റൊരു നാടുകളിലേക്ക്, മറ്റു നാട്ടിൽ നിന്ന് മറ്റു നാട്ടിലേക്ക്, ഇങ്ങനെ ഒരു ഗതിയില്ലാത്ത അവസ്ഥ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന് വന്നു ചേരുകയുണ്ടായി. അവസാന മഹാനവർകൾ അദ്ദേഹം ദുആ ചെയ്തു, അല്ലാഹുവേ, അല്ലാഹുമ്മ ഖദ് ലാഖത അലയ്യൽ അർളു ബിമാ റഹബത് വലാഖത അലയ്യ നഫ്സി ഫഖ്ബിദ്നി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ഈ ഭൂമി വിശാലമായതിനോടൊപ്പം തന്നെ എൻ്റെ മേൽ ഇടുക്കമായിരിക്കുകയാണ്. എനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ്. അല്ലാഹുവേ, ഇനി എന്നെ നീ പരീക്ഷിക്കാതെ, ഫിത്നയിൽ അകപ്പെടുത്താതെ എന്നെ നീ തിരിച്ചു വിളിക്കണമേ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുന്നു. 1 മാസത്തിന് ശേഷം പെരുന്നാൾ രാത്രിയിലാണ് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്നത്. അങ്ങനെ വന്നാലും ഈ ദുആ ചെയ്തത് പരിശുദ്ധമായ റമദാനിലാണ്. നിങ്ങളൊന്ന് ആലോചിക്കൂ, ആ കാലഘട്ടത്തിൽ അത്രയും വിമർശകരുണ്ടായി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. പക്ഷെ അല്ലാഹു തആല ചില അടയാളങ്ങൾ ഭൂമിയിൽ ബാക്കി വെച്ചിട്ട് പോകും. നമ്മൾ ഇന്ന് ഇമാം ബുഖാരി വിമർശിക്കപ്പെട്ട ആളാണ്. വിമർശകരുടെ പേര് ഇപ്പൊ പ്രസംഗിച്ചപ്പോൾ ഞാൻ പോലും പറഞ്ഞിട്ടില്ല. വിമർശകർ ആരാണ് എന്ന് ചരിത്രത്തിൽ ഇന്നും പരക്കെ വ്യാപിക്കപ്പെട്ടിട്ടില്ല. അത് ആ ഗ്രന്ഥങ്ങളിൽ ഏതോ മൂലകളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം. പക്ഷെ വിമർശിക്കപ്പെട്ടവനായ, ക്രൂശിക്കപ്പെട്ടവനായ, ലോകത്ത് ഖൈർ പ്രചരിപ്പിക്കാൻ കാരണക്കാരനായ ഇമാം ബുഖാരി എന്ന നാമം അത് കേട്ടിട്ടില്ലാത്തൊരു കൊച്ചു കുഞ്ഞു പോലും നമ്മുടെ നാടുകളിൽ ഉണ്ടാവുകയില്ല. അത് അല്ലാഹു തആല നൽകിയ ഖബൂലിയത്താണ്. നിങ്ങൾക്കറിയുമോ, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ, ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്ന പരാമർശങ്ങളും വാക്യങ്ങളും ഒരുപക്ഷെ എല്ലാ ആളുകൾക്കും ദഹിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഹീഹുൽ ബുഖാരിക്ക് ആമുഖം എഴുതിയ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഫതഹുൽ ബാരി 12 വാള്യങ്ങളാണ് ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയത്. ബുഖാരി ഒറ്റ വാള്യേ ഉള്ളൂ, അതിന് വ്യാഖ്യാനിച്ചപ്പോൾ 12 വാള്യങ്ങളായി. അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ആമുഖത്തിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഇമാം ബുഖാരി റളിയല്ലാഹുവിൻ്റെ വഫാത്തിന് ശേഷം പല ആളുകളും ഇമാം ബുഖാരിയെ സ്വപ്നം കണ്ടു. വലിയ പണ്ഡിതന്മാർ. ഒരാൾ കണ്ട സ്വപ്നം എന്താണെന്ന് അറിയുമോ? അദ്ദേഹം കാണുന്ന സ്വപ്നം അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു പുറകിലുണ്ട്. എന്താ ഇമാം ബുഖാരി ചെയ്യുന്നത്? സ്വപ്നത്തിലാണ് കാണുന്നത്. എന്താ ചെയ്യുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപാദം എവിടെ വെച്ചോ അതേ സ്ഥലത്ത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കാൽപാദം വെക്കുന്നു. ഇതിന്റെ വ്യാഖ്യാനം അന്ന് ജീവിച്ച വലിയ ആലിമീങ്ങളോട് ചോദിച്ചു. അദ്ദേഹം പറയേണ്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ സുന്നത്തുകളെ തദ്വീൻ ചെയ്തു, ക്രോഡീകരിച്ചു എന്നതിൻ്റെ അടയാളമാണ്. മറ്റൊരു മഹാൻ സ്വപ്നം കണ്ടത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും ഒരു സ്ഥലത്ത് ഇങ്ങനെ ആരെയോ കാത്തു നിൽക്കുകയാണ്. ഈ കണ്ടാളും വലിയ പണ്ഡിതൻ തന്നെയാണ്. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ്. നിങ്ങൾക്ക് ആരെങ്കിലും റെഫറൻസ് വേണമെങ്കിൽ ഹദീസ് ആരി പോയിട്ട് നോക്കാം നിങ്ങൾക്ക്. അതിൽ ഈ സംഭവം നറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരെയാ കാത്തുക്കുന്നത്? ആരോടെ ചോദിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കളോടും. അപ്പോൾ പറഞ്ഞു, വഫാത്തിന് ശേഷമാണ് കാണുന്നത് ഇമാം ബുഖാരി റളിയല്ലാഹുവിൻ്റെ. അപ്പോൾ ഇദ്ദേഹം പറയാണ്, നബി തങ്ങൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിനെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ.
കാരണം ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ ഇഹ്യാ ചെയ്തതിൽ ഇമാം ബുഖാരി വെച്ച കാഴ്ചപ്പാടുകൾ അത്ര മനോഹരമായിരുന്നു. തീർന്നില്ല, അള്ളാഹു വിമർശകരുടെ വായ അടപ്പിച്ചു. എങ്ങനെ അടപ്പിച്ചെന്ന് അറിയുമോ? വഫാത്തിൻ്റെ കുറച്ച് ദിവസങ്ങൾ കഴിയലോട് കൂടിയിട്ട് ബഹുമാനപ്പെട്ടവരുടെ ഖബറിൽ നിന്നും അതിശക്തമായ സുഗന്ധം വരാൻ വേണ്ടി തുടങ്ങി. ഇത് കബൂലിയത്തിൻ്റെ അടയാളാണ്, കബൂലിയത്തിൻ്റെ അടയാളം. ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ സുഗന്ധം വരാൻ നടന്നത് അത് അമൂല്യമായിട്ട് അപൂർവത്തിൽ അപൂർവം മാത്രമായി സംഭവിക്കുന്ന കേസാണ്. ഇമാം ബുഖാരിന്റെ വിഷയത്തിൽ സംഭവിച്ചു എന്ന് ഇമാം ദഹബി അടക്കം അദ്ദേഹത്തിന്റെ സിയർ അഅലാമിൻ നുബലായിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സമയത്ത് അന്ന് ഇമാം ബുഖാരി വിമർശിച്ച ആളുകളൊക്കെ കരഞ്ഞു തൗബ ചെയ്തു. ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്മയുടെ വാഹകരുണ്ടാകുമ്പോൾ അതിലേക്ക് ചേരുന്നതിന് പകരം സമുദ്രം ദിശക്കൊത്തുകൊണ്ട് കുത്തൊഴുക്കിൽ പോകുമ്പോൾ അതിലേക്ക് ചേരുക എന്നുള്ളതാണ് ഏത് ബുദ്ധിയുള്ളവന്റെയും ലക്ഷണം. അന്ന് ഇമാം ബുഖാരിയോടൊപ്പം ചേർന്നിരുന്നുവെങ്കിൽ ആ പാതയിലെങ്കിലും ഞങ്ങൾ പെടുമായിരുന്നല്ലോ എന്നിവർക്ക് തൗബ ചെയ്തു എന്ന് ഹദീസിന്റെയും താരീഖിന്റെയും ഗ്രന്ഥങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. പ്രിയമുള്ളവർ, എന്താണ് ഇമാം ബുഖാരി നമുക്ക് നൽകുന്ന പാഠം? റളിയല്ലാഹു അൻഹു. നമ്മൾ ഇമാം ബുഖാരിയുടെ ചിത്രം കണ്ടിട്ടില്ല, അദ്ദേഹത്തിന് ഒരു വോയിസ് നമ്മൾ കേട്ടിട്ടില്ല, അദ്ദേഹത്തിന് ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ ഒന്നും നമുക്കറിയില്ല. ആകെ അദ്ദേഹം ചെയ്ത സേവനങ്ങളും അദ്ദേഹത്തിന്റെ ഖിദ്മത്തുകളും നീയത്തുകളുമാണ് ഈ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഈ പാതയിൽ നമ്മൾ ദർശിച്ചു കൊണ്ടിരിക്കുന്നത്. 62 വർഷങ്ങൾക്ക് ശേഷം ഇമാം ബുഖാരി വഫാത്തായിട്ട് ഇന്ന് നമ്മൾ നോക്കൂ, AD ഹിജറ 1500 നമ്മൾ അടുക്കുകയാണ്. എത്ര വർഷങ്ങൾ കഴിഞ്ഞു. ഇന്നും നമ്മൾ ഓർക്കുന്നു, ഇന്നും നമ്മൾ പറയുന്നു. ഇപ്പോഴും നമ്മൾ പറയുമ്പോൾ ഇമാം ബുഖാരി മരിച്ചു എന്നും തോന്നുന്നില്ല നമുക്ക്. ഇവിടെ എവിടെയോ നമ്മുടെ കൂടെ ഇരിക്കുന്നത് പോലെ ഒരു പ്രതീതി നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫറസ്ദഖ് പാടിയ വരികൾ അർത്ഥവത്താണ്. ഉലൈക ആബാഇ ഫജിനി ബിമിസ്ലിഹിം ഇദാ ജമഅത്നാ യാ ജരീറുൽ മജാമിഉ. ഓ ഫറസ്ദഖ് പറയാണ്, കവികളെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഉലൈക ആബാഇ, ഇതാണ് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ, ദീനിനു വേണ്ടി അഹോരാത്രം പണിയെടുത്ത ആളുകൾ. ഫജിനി ബിമിസ്ലിഹിം, നിങ്ങൾ അവരെ പോലെയുള്ള ആളുകളെ കൊണ്ടുവരൂ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ പോലെ ആയിത്തീരൂ. അതിന് പ്രിയമുള്ളവരെ, നമ്മളും നീയത്ത് വെക്കേണ്ടതുണ്ട്. നമ്മൾ അള്ളാഹുവിൻ്റെ ഖാദിമ്യങ്ങളായിട്ട്, ദീനിൻ്റെ ഖാദിമ്യങ്ങളായിട്ട് മാറണം, ദീൻ പഠിക്കുന്ന ആളുകളായിട്ട് മാറണം. നമ്മുടെ മക്കളെയും ദീൻ പഠിച്ച് ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്യുന്ന ആളുകളാക്കി മാറ്റി തീർക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറിൻ്റെ അഹ്ലുകാരാകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.